Hi friends, Food Safe ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡ് വെൽവെറ്റ് മാർബിൾ കേക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്കിപ്പോൾ കേക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം, 250 മില്ലി. ഈ തൈരിലേക്ക് ഇനി 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം 250 മില്ലി കപ്പിൻ്റെ അളവിലാണ്. അപ്പോൾ തൈരും പാലും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച് അധികമുള്ള തണുപ്പ് മാറ്റിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അടുത്ത ഘട്ടത്തിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, വെജിറ്റബിൾ ഓയിൽ. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് ബീറ്റർ ഒന്നും നമുക്കിതിന് ആവശ്യമില്ല. അതുപോലെ നമ്മളിതിൽ മുട്ട ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഓയിലും പഞ്ചസാരയും തൈരുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ, അതും 250 മില്ലി കപ്പിൻ്റെ അളവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 പിഞ്ച് ഉപ്പ്. ഇത്ര നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഈ ബാറ്റർ എന്ത് ചെയ്യാം, 2 പാത്രത്തിലാക്കി വീതിച്ച് വെക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി വേറൊരു ബൗളിലേക്ക് ഒഴിക്കുവാണ്. ഇപ്പോൾ ഇത് 2 ബൗളിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പകുതിയിൽ ഇതുപോലെ ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു പകുതിയിൽ ചേർത്താൽ മതി, ബാക്കി പകുതി അങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ടിരുന്നാൽ മതി. നരിച്ചിടാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുവാണ്, വിനാഗിരി. 1 ടീസ്പൂൺ അധികമായി പോകണ്ട. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരല്പം പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാലും കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ മേടിക്കുന്ന മാർബിൾ കേക്ക് പോലെ ഇങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിലൊരല്പം റെഡ് ഫുഡ് കളർ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കൊക്കോ പൗഡറോട് ചേർത്ത് കഴിയുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല റെഡ് കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്പം ഞാനൊരു കേക്ക് ടിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരേപോലെയുള്ള 2 വലിയ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഓരോ മാവിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കേക്ക് മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു സ്പൂണ് വൈറ്റ് കളർ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈറ്റ്, റെഡ്, ലാസ്റ്റ് വരെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മാറി മാറി 2 ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ 2 ലെയറായിട്ട് റെഡ്, വൈറ്റ് അങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഓടിച്ചു വിടാം. ഇനി ഇത് നമുക്ക് ഓവനിൽ വേണമെങ്കിലും തയ്യാറാക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലും വേണമെങ്കിൽ തയ്യാറാക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റൗവിൽ വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിത് ഓവനിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഓവനിലേക്കുള്ള കേക്ക് ബാറ്റർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റവിലും കൂടെ തയ്യാറാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതുപോലൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കേക്ക് ടിന്നിൽ കേക്ക് ബാറ്റർ ഒഴിച്ച് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് അത്രയൊക്കെ മതിയാവും. അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ബേക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 2 കേക്കും തയ്യാറായിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രം ഈ മോൾഡിൽ നിന്ന് മാറ്റാം.
കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.